ഹലോ ഗായ്സ്, അപ്പോൾ ഓണമൊക്കെ അല്ലേ, അതിന് 2 ദിവസം മുമ്പേ ഇവരൊക്കെ ത്രെഡ് ചെയ്യണമെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. 2-3 പേരുടെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കുറേ പേർക്കൊന്നും ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ അവരൊന്നും ഞാൻ നിർബന്ധിച്ചില്ല. അപ്പോൾ ഇവർക്ക് ത്രെഡൊക്കെ ചെയ്യാണ് ഗായ്സ്. ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തലേന്ന് ഇതുപോലൊക്കെ കാണിച്ച്, പക്ഷെ അത് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഇത് രാവിലെ 4 മണിക്ക് എല്ലാവരും പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൽ ചെല്ലണമെന്നാണ് ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞത്. പക്ഷേ എല്ലാവരും എണീറ്റപ്പോഴത്തേക്ക് 5 മണി 5:30 ആയി. അങ്ങനെ 5:30 ആയപ്പോൾ ഞങ്ങൾ കോളേജിലും ഇവിടെ ഓഡിറ്റോറിയത്തിലും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. കോളേജിൽ പൂക്കളം ഇടുന്നത് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ജൂനിയേഴ്സിനായിരുന്നു. ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സിനായിരുന്നു കോളേജിൽ പൂക്കളം ഇടേണ്ട ഡ്യൂട്ടി. ഞങ്ങൾക്ക് ഓഡിറ്റോറിയത്തിൽ ഇടാനാണ്. ഓഡിറ്റോറിയം രാവിലെ തുറക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പട്ടികളുടെ ഒരു കാര്യം, ഇവിടെ നിറച്ച് പട്ടികളാണല്ലോ. അപ്പോൾ 6:30 ആവാറായി, നേരമൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ എഴുതി ഓഡിറ്റോറിയത്തിലോട്ട് നടക്കാമെന്ന്. വാച്ച്മാൻ വന്നിട്ട് വേണം ഓഡിറ്റോറിയം തുറക്കാൻ. 6:30 ആവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഗൈസ്, ആ കാണുന്നതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. അപ്പം ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓഡിറ്റോറിയത്തിലോട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പട്ടി നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഞങ്ങൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. നമുക്ക് പട്ടി വരുന്നുണ്ട്. വടിയായിട്ട് എന്തിനാ പോകുന്നത്? പട്ടി വരുന്നുണ്ട്. ചെടി ഉണ്ടെങ്കിൽ കുറച്ച് പിച്ചി പോക്കറ്റിലോട്ട് ഇടാം. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ജിമ്മും ഓഡിറ്റോറിയവും അടുത്തടുത്താണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഹോമിയോപ്പതിയും ഫാർമസി കോളേജാണ്. പിന്നെ ഇതാ വാച്ച്മാൻ ഇപ്പോഴാണ് വരുന്നത്, 6:30 ആയപ്പം. അപ്പോൾ വാച്ച്മാൻ വന്നു, ഓഡിറ്റോറിയം തുറക്കാൻ പോവാണ്. എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിരിച്ചോണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, ജൂനിയേഴ്സും വന്ന് നമ്മുടെ കൂടെ. സ്റ്റേജൊക്കെ സീനിയേഴ്സ് തലേ ദിവസമേ ഡെക്കറേറ്റ് ചെയ്തു. പൂക്കളം ഇടുന്ന ഡ്യൂട്ടി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അരുണിമ ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇരിക്കണോ വേണ്ടേ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. അവസാനം ഇരുന്ന് വന്നപ്പോഴേ ഇവരെല്ലാം കയറി അങ്ങ് ഇരിക്കുകയാണ്, നടന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴേ പൂക്കളൊക്കെ ഇടാൻ വേണ്ടി കയറി. എന്നിട്ട് പെട്ടെന്ന് തീർത്താൽ പെട്ടെന്ന് പോകാമല്ലോ. അങ്ങനെ 6:30 ആയപ്പോഴേ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി. 6:30 അല്ല, 7 മണിയായി. എല്ലാവരും കൂടെ പൂക്കളം ഇടാണ്. അത്തപ്പൂന്റെ പറയാൻ
ഇനിയെല്ലാം കട്ടിക്കിട്ടോ കൊണ്ട് നിർത്തുക. ഒരു റൗണ്ട് കൂടെ വെച്ചിട്ട് റൗണ്ട് വേണ്ടേ? അപ്പോൾ എല്ലാവരും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വേണ്ടടി അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 8 മണിയായി. അത് കഴിഞ്ഞ് മെസ്സിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നതാണ് ഗൈസ്. ഇനി പോയി ഞാൻ കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫ്രണ്ട് ഗേറ്റിലോട്ട് വന്നിരിക്കുകയാണ്. ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് ചെണ്ടമേള സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കോളേജിൽ പോയിട്ട് അവിടെ നേരെ ഓഡിറ്റോറിയത്തിൽ പോകും. കുറച്ച് ലാഗായിട്ടാണ് പരിപാടി തുടങ്ങിയത്. കോളേജിൽ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓഡിറ്റോറിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ചെണ്ടവാദ്യം, മേളം എല്ലാം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന അതിൻ്റെ ഒരു മിനി പതിപ്പ് നമ്മളിവിടെ നമ്മുടെ MNR ക്യാമ്പസിൽ ചെയ്യുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൽ നിന്ന് തന്നെയുള്ള പ്രിൻസിപ്പളായ ഡോക്ടർ സോമന മാഡത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. And I am also supporting and encouraging all the faculties who are here to support the Festival of Kerala. പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിലോട്ട് സദ്യ കഴിക്കാൻ പോയി ഗൈസ്. അപ്പോൾ സദ്യ കഴിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. ബാച്ച് വൈസ് ആയിരുന്നു സദ്യ കഴിച്ചത്. ആദ്യം ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് അങ്ങനെ ആയിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാൾ കൂടി നാട്ടിൽ ചോറൊക്കെ കഴിക്കാൻ. കുറേ നാളുകൂടി ഫുഡ് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ കുറേ കഴിച്ചു കഴിഞ്ഞ് അനങ്ങാൻ പോലും വയ്യായിരുന്നു. എന്നാലും അനങ്ങാൻ പോലും വയ്യായിരുന്നു. ശരിക്കും കിടക്കാൻ വേണ്ടിയിട്ട് റൂമിൽ വിട്ടില്ല ഇവരാരും. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് ഉണക്കല്ലേ ഒരു റീലൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ ഒരു റീലൊക്കെ എടുത്തു. റീലെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് ഞങ്ങൾ. അങ്ങനെ കുറേ ടേക്കിന് ശേഷം ഒരു റീൽ കിട്ടി. ഓരോ റീലിലും ഓരോരുത്തർ തെറ്റിക്കും. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു റീല് കിട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.